അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, നാം വലിയ ഒരു സീസണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ 10 ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ വിധേയപ്പെട്ട് ജീവിക്കുകയും തഖ്വയുള്ളവരായി ജീവിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. അള്ളാഹു അത് മുഖേന നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് നന്നാക്കി തരും. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് കഴുകി ശുദ്ധീകരിച്ച് തരും. ഹജ്ജിനെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞല്ലോ, ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ വത്തഖൂന യാ ഉലിൽ അൽബാബ്. നാം സംഭരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം തഖ്വയാണ്. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് എനിക്ക് തഖ്വയുള്ളവരായി ജീവിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ്. മറ്റു ദിവസങ്ങൾക്കുള്ളതിനേക്കാൾ ഒരുപാട് സവിശേഷതകൾ ഈ ദിവസത്തിനുണ്ട്. തീർച്ചയായും ഈ ദിവസത്തിലെ പുണ്യം കരസ്ഥമാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. ഇബ്നു മാജയിൽ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഈ ദിവസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ അനുയോജ്യമായ മറ്റു ദിവസങ്ങളില്ല എന്ന്. നോക്കൂ, എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത? നമുക്കറിയാം, ഇസ്ലാമിലെ എല്ലാ ഇബാദത്തുകളും ഒന്നിച്ചു വന്ന ദിവസങ്ങളാണ് ഇത്. മറ്റുള്ള ഒരു ദിവസങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കുകയില്ല. ഇതിൽ ഹജ്ജുണ്ട്, ഇതിൽ നോമ്പുണ്ട്, ഇതിൽ നമസ്കാരമുണ്ട്, ഇതിൽ സദഖയുണ്ട്, ഇതിൽ ബലിയുണ്ട്. നോക്കൂ, യൗമുൽ ഹജ്ജുൽ അക്ബർ ഈ ദിവസങ്ങളിലാണ്. ദുൽഹജ്ജ് 9, അറഫ ദിവസം ഈ ദിവസങ്ങളിലാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ബർക്കത്താക്കപ്പെട്ട ദിവസം അറഫ ദിവസമാണല്ലോ. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് ആകാശത്തുള്ള മലക്കുകളുമായി സംഭാഷണം നടത്തുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന ദിവസം ഈ ദിവസമാണ്, അറഫ ദിവസമാണ്. അത് അറഫയിൽ നിന്നവർക്കും കിട്ടും, അറഫയിൽ നിൽക്കാൻ പറ്റാത്ത, ഹജ്ജിന് വരാത്ത ആളുകൾക്കും കിട്ടും. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ, അറഫ ദിവസത്തിൽ നോമ്പ് നോക്കാൻ ഹാജിമാരല്ലാത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ നോമ്പ് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അത് മുഖേന പുറത്തു തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഓർക്കുക, ഈ ദിവസങ്ങളിലാണല്ലോ കഴിവുള്ളവൻ കഅബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കേണ്ടത്. ആ ഹജ്ജാകട്ടെ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമായി തരാനില്ല എന്നാണ് നബി തിരുമേനിയുടെ നാവിലൂടെ അള്ളാഹു നമുക്ക് സുവിശേഷമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹജ്ജ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, മബ്റൂറും മഖബൂലുമാകണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നാം മുവഹിദുകളാകണം, പരിപൂർണമായ തൗഹീദുള്ളവരാകണം. തൗഹീദാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായത്. രണ്ടാമത്തേത്, ഹജ്ജ് നമുക്ക് മഖബൂലാകണമെങ്കിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം. എങ്ങനെയാണോ നബി തിരുമേനി ഹജ്ജ് ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്രകാരമായിരിക്കണം നമ്മുടെ ഹജ്ജ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഹജ്ജ് മുഴുവൻ തൗഹീദാണ്. ഹജ്ജ് അതിൻ്റെ ആരംഭം മുതൽ, അതിൻ്റെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് തൽബിയത്ത് മുതൽ നിങ്ങൾ അവസാനം ഈ മസ്ജിദുൽ ഹറമിനോട് വിട പറയുമ്പോൾ ചെയ്യുന്ന തവാഫുൽ വദാ അടക്കം അതെല്ലാം മുഴച്ചു നിൽക്കുന്ന യഥാർത്ഥത്തിൽ തൗഹീദാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, തവാഫും സഅയും കല്ലെറിയലുമൊക്കെ ലിഇഖാമത്തി ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സ്മരണ
അവൻ്റെ ഉള്ളിൽ പച്ച പിടിച്ചു നിൽക്കുമ്പോൾ അവനൊരിക്കലും ഈ തൗഹീദിൽ നിന്ന് മടങ്ങാൻ സാധ്യമല്ല. മുവഹിദായല്ലാതെ അവന് ജീവിക്കാൻ സാധ്യമല്ല. വിശ്വാസികൾ അങ്ങനെയായിരിക്കണം. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്ത ഗോത്രവും വ്യത്യസ്ത വർഗവും വ്യത്യസ്ത നാട്ടുകാരുമൊക്കെ ആയിട്ടാണ്. പക്ഷേ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഒരേ രീതിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആരാധ്യൻ ഒന്നാണ്, നമ്മുടെ ഖിബില ഒന്നാണ്, നമ്മുടെ ഗ്രന്ഥം ഒന്നാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു തത്വത്തിൽ നിന്ന് ഭിന്നിച്ചു പോകാൻ സാധിക്കുക? അള്ളാഹു പഠിപ്പിച്ചില്ലേ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരെ, നിങ്ങളെ നാം വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്നും നിങ്ങളുടെ പ്രത്യേകതയല്ല. മറിച്ച് നിങ്ങളിൽ ഉത്തമരെന്ന് പറയുന്നത് അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കേണ്ടത് ഷിർക്കിൻ്റെ വൃത്തത്തിൽ നിന്ന് നാം പുറത്തു കിടക്കേണ്ടതുണ്ട്. ഷിർക്ക് മഹാപാപമാണ്, തെറ്റ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞത് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക് എന്നാണ്. നീ ഷിർക്ക് ചെയ്താൽ പോലും നിൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്നാണ്. നോക്കൂ, നബി തിരുമേനിയോട് ഇപ്രകാരം പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും ആ ഷിർക്ക് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത് തൗഹീദിൻ്റെ ഉടമകളായി ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരായി ഈ നാട്ടിൽ നിന്ന് മടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു. എന്നിട്ട് നബിയോട് അദ്ദേഹം ചോദിച്ചത് മൽ മൂജിബത്താൻ എന്നാണ്. മൂജിബത്താന്, രണ്ട് മൂജിബത്തുകൾ ഏതാണ് എന്നാണ്. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് സ്വർഗം മൂജിബാകുന്ന, സ്വർഗം നിർബന്ധമാകുന്ന കാര്യമെന്ത്, നരകം നിർബന്ധമാകുന്ന കാര്യമെന്ത് എന്നാണ്. നബി തിരുമേനി പറഞ്ഞ മറുപടി മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന. ഒരാൾ ഒട്ടും ഷിർക്ക് ചെയ്യാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ. ഒരാൾ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. നോക്കൂ, കഅബാലയം പണിയാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ ആദ്യത്തെ വാചകം വഇദ് ബവ്വഅനാ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ഷൈഅ. ആദ്യത്തെ വാചകം അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണ്ടി കഅബാലയത്തിൻ്റെ സ്ഥലം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ആദ്യത്തെ കൽപ്പന എന്തിനാണ് ആ ബൈത്ത് എന്നാണ്. ഒരിക്കലും എന്നിൽ പങ്കു ചേർക്കാത്ത ഒരു സമൂഹം ഉണ്ടാകാൻ വേണ്ടി. അത് പറഞ്ഞ ശേഷമാണ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിനുള്ള വിളംബരം നടത്താൻ അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, ഷിർക്കില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് കഅബയും മസ്ജിദുൽ ഹറാമും ഈ പരിസരവും ഈ ഹജ്ജുമൊക്കെ. അപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതവും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബാലയത്തെ നമുക്ക് മനുഷ്യർക്ക് മസാബത്തായി നിശ്ചയിച്ചു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് പോയാൽ പോലും നിങ്ങളുടെ ചിന്തയും സംസാരവും സ്മരണയുമൊക്കെ ഇവിടെയുള്ള ചുരുങ്ങിയ ദിവസങ്ങളുടെ ജീവിതത്തിലായിരിക്കുമല്ലേ? എന്തുകൊണ്ടാണത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ചിന്തയും സ്മരണയുമൊക്കെ കേവലം ഈ ദുനിയാവിൽ ഒതുങ്ങാതെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമായി ഈ ഹജ്ജ് മാറണം. അതിന് നിങ്ങളെല്ലാവരും ശ്രമിക്കണം. സഹോദരങ്ങളെ, നാം ഓർക്കുക, ഈ ദിവസങ്ങളിൽ നമുക്കൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ട്. അതിലേറ്റവും മനോഹരമായ ഒരു സൽക്കർമ്മമാണ് അള്ളാഹുവിൻ്റെ അതിഥികളായി ഇവിടെ എത്തിയവർക്ക് സേവനം ചെയ്യുക എന്നത്. സൗദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അതിഥികൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നത് ഒരു വലിയ ക്രെഡിറ്റായാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഈ രാജ്യത്തിൻ്റെ ആരംഭകാലം മുതൽ ഇന്ന് വരെ ആ വിഷയത്തിൽ നിഷ്കർഷത പുലർത്തിയിട്ടുണ്ട്. ഹാജിമാർക്ക് ആവശ്യമായ എല്ലാവിധത്തിലുള്ള സേവനവും, അവരുടെ സംരക്ഷണം, അവരുടെ സെക്യൂരിറ്റി, അവരുടെ മറ്റു സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും അതിമനോഹരമായി ഒരുക്കാൻ ഈ രാജ്യം ശ്രമിച്ചിട്ടുണ്ട്.
ഈ രാജ്യത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് കൂടുതൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ മശാഇറുകളെ നിങ്ങൾ ആദരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മശാഇറുകളാണിത്. അള്ളാഹു ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായി കാണിച്ചതും കൽപ്പിച്ചതുമാണിത്. അവയെ നാം ബഹുമാനിക്കണം. ഹജ്ജിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അടിസ്ഥാന ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് സ്വർഗത്തിൻ്റെ ഉടമകളായി തിരിച്ചു പോകുന്നവരായി നിങ്ങൾ മാറണം. അള്ളാഹു നിങ്ങളെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയാം, തസ്രീഹില്ലാതെ, ഗവൺമെൻറ് അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുക എന്നത് വലിയ കുറ്റകരമാണ്. അത് കേവലം കുറ്റകരമല്ല, മറിച്ച് മറ്റു മുസ്ലിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ് എന്ന് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ നിന്ന് പൂർണ്ണ മുവഹിദുകളായി, ശിർക്കില്ലാത്ത മുവഹിദുകളായി തിരിച്ചു പോകാൻ നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിപൂർണമായ രീതിയിൽ സമാധാനത്തോടെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അല്ലാഹു നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നാട്ടിലും വീട്ടിലും തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.